Polynomial representation using array. Consider this polynomial 7x raised to 4 plus 3x square plus 2x plus 4. ഇവിടെ ടോട്ടൽ 4 ടേംസ് ആണുള്ളത്. ഒരു ടേമിൽ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്, ഒരു എക്സ്പൊണൻ്റ് ഉണ്ട്. ഫസ്റ്റ് ടേം ഈസ് 7x raised to 4. Here the coefficient is 7 and exponent is 4. ഒരു ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ട് പോളി ഇൻറ്റ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റ് എക്സ്പൊണൻറ്റ്. ദെൻ പി ഈസ് ദ സ്ട്രക്ചർ വേരിയബിൾ. പി എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് പോളിനോമിയലിലെ ഒരു സിംഗിൾ ടേം റെപ്രസെൻറ്റ് ചെയ്യാം. മെമ്മറി കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അലോക്കേറ്റ് ചെയ്യുക. ഫസ്റ്റ് പാർട്ട് കോഎഫിഷ്യൻറ്റ്, നെക്സ്റ്റ് എക്സ്പൊണൻറ്റ്. ഒരു പോളിനോമിയൽ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ സ്ട്രക്ചർ വേരിയബിൾ പോരാ, ഒരു സ്ട്രക്ചർ അറേ വേണം. പി ഓഫ് 10 ടേംസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ അറേ. പി ഓഫ് 0 ടു പി ഓഫ് 9. ഇതിൽ പി ഓഫ് 0യിൽ ഫസ്റ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് എക്സ്പൊണൻറ്റ് പ്ലേസ് ചെയ്യും. പി ഓഫ് 1ൽ സെക്കൻഡ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് എക്സ്പൊണൻറ്റ് പ്ലേസ് ചെയ്യും. ഫൈനലി പി ഓഫ് 9ൽ 10th ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് ആൻഡ് എക്സ്പൊണൻറ്റ് പ്ലേസ് ചെയ്യും. ഗിവൺ പോളിനോമിയലിനെ ഈ രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. 7 and 4 പി ഓഫ് 0യിൽ, 3 and 2 പി ഓഫ് 1ൽ, 2 and 1 പി ഓഫ് 2ൽ, 4 and 0 പി ഓഫ് 3ൽ. Polynomial addition using array. Suppose these two are the two polynomials. Here just define a structure and 3 structure arrays. P1 of 10, P2 of 10 and P3 of 10. P1ലും P2ലും ആയിരിക്കും ഈ രണ്ട് പോളിനോമിയൽ പ്ലേസ് ചെയ്യുക. അതിൻ്റെ സം പ്ലേസ് ചെയ്യാനുള്ള സ്ട്രക്ചർ അറേയാണ് P3. ഫസ്റ്റ് ഓഫ് ഓൾ P1ലേക്ക് ഫസ്റ്റ് പോളിനോമിയൽ പ്ലേസ് ചെയ്യുക. P2ലേക്ക് സെക്കൻഡ് പോളിനോമിയൽ പ്ലേസ് ചെയ്യുക. P1ലെയും P2ലെയും ഫസ്റ്റ് ടൈം എടുക്കുക, അതിൻ്റെ എക്സ്പൊണൻറ്റ് കമ്പയർ ചെയ്യുക. P1ൻ്റെ എക്സ്പൊണൻ്റ് ആണ് ഗ്രേറ്റർ. സോ P1ലെ ഈ പെർട്ടിക്കുലർ ടേം P3ലേക്ക് കോപ്പി ചെയ്യുക. ദെൻ ടേക്ക് P1 ഓഫ് 1 ആൻഡ് P2 ഓഫ് 0. എക്സ്പൊണൻറ്റ് 2ഉം 3ഉം ആണ്. ഗ്രേറ്റർ എക്സ്പൊണൻറ്റ് ഈസ് 3. സോ P2ലെ ഈ പെർട്ടിക്കുലർ ടേം P3ലേക്ക് കോപ്പി ചെയ്യുക. ദെൻ ടേക്ക് P1 ഓഫ് 1 ആൻഡ് P2 ഓഫ് 1. രണ്ടിൻ്റെയും എക്സ്പൊണൻറ്റ് സെയിം ആണ്. സോ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻറ്റ് ആഡ് ചെയ്യുക 7. ആ 7ഉം എക്സ്പൊണൻറ്റ് 2ഉം റിസൾട്ടൻറ്റ് പോളിനോമിയലിലേക്ക് കോപ്പി ചെയ്യുക. അറ്റ് പ്രസൻറ്റ് സെക്കൻഡ് പോളിനോമിയലിലെ ഡേറ്റ റിസൾട്ടൻറ്റ് പോളിനോമിയലിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് പോളിനോമിയലിലെ റിമൈനിങ് ടേംസ് 1 by 1 ആയി റിസൾട്ടൻറ്റ് പോളിനോമിയലിലേക്ക് കോപ്പി ചെയ്യണം. സോ P1 ഓഫ് 2ലെ ഡേറ്റ P3യിലേക്ക് കോപ്പി ചെയ്യുക. ദെൻ P1 ഓഫ് 3ലെ ഡേറ്റ P3യിലേക്ക് കോപ്പി ചെയ്യുക. അറ്റ് പ്രസൻറ്റ് P3യിലായിരിക്കും ഈ രണ്ട് പോളിനോമിയലിൻ്റെ സം ഇരിക്കുന്നത്. P3യെ പോളിനോമിയലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഫസ്റ്റ് ടേം എടുക്കുക 7, 4. 7x raised to 4 എന്ന് ഡിസ്പ്ലേ ചെയ്യുക. ദെൻ ഒരു പ്ലസ് ഇടുക. അതിനുശേഷം നെക്സ്റ്റ് ടൈം 5, 3. 5x³ എന്ന് ഡിസ്പ്ലേ ചെയ്യുക, ഒരു പ്ലസ് ഇടുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. സോ ഇതായിരിക്കും എബവ് 2 പോളിനോമിയലിൻ്റെ സം. ദിസ് ഈസ് ദ C പ്രോഗ്രാം ടു ഇംപ്ലിമെൻറ്റ് പോളിനോമിയൽ അഡീഷൻ യൂസിങ് അറേ. സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തു. 3 structure arrays P1, P2 and P3. We are using 3 functions: read poly to read a polynomial, add poly to add to polynomial, and display poly to display the given polynomial. This is the main function. Here we are using 3 variables T1, T2 and T3. First of all, T1 equal to read poly of P1. First polynomial P1 read ചെയ്യുക. അതിലെ നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും T1ലേക്ക് അസൈൻഡ് ആകുക. ദെൻ കോൾ ഡിസ്പ്ലേ പോളി ഓഫ് P1, T1. ഫസ്റ്റ് P1 എന്ന് പറയുന്ന പോളിനോമിയലിലുള്ള T1 ടേംസ് ഡിസ്പ്ലേ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് T2 ഈക്വൽ ടു റീഡ് പോളി ഓഫ് P2. സെക്കൻഡ് പോളിനോമിയൽ റീഡ് ചെയ്യുക. അതിലുള്ള നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും T2. അതിനുശേഷം സെക്കൻഡ് പോളിനോമിയൽ ഡിസ്പ്ലേ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ്
T3 equal to add poly of P1, P2, T1, T2, P3. P1 ഉം P2 ഉം ആഡ് ചെയ്ത് P3യിലേക്ക് പ്ലേസ് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷനാണ് ആഡ് പോളി ഫംഗ്ഷൻ. ഫസ്റ്റ് പോളിനോമിയലിലെ നമ്പർ ഓഫ് ടേംസ് ആണ് T1, സെക്കൻഡ് പോളിനോമിയലിലെ നമ്പർ ഓഫ് ടേംസ് ആണ് T2. ഈ 5 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് വിടുക. അപ്പോൾ P3യിലേക്ക് റിസൾട്ടന്റ് പോളിനോമിയൽ കിട്ടും. അതുപോലെ റിസൾട്ടന്റ് പോളിനോമിയലിലെ നമ്പർ ഓഫ് ടേംസ് T3യിലേക്ക് അസൈൻഡ് ആകും. Then finally display the resultant polynomial P3. This is read poly function with one argument structure array P. ഒരു സിംഗിൾ പോളിനോമിയൽ റീഡ് ചെയ്യുന്നതിന് വേണ്ട ഫംഗ്ഷനാണിത്. ഈ P ഇനിഷ്യലി എംപ്റ്റി ആണ്. Pയിലേക്ക് പോളിനോമിയൽ റീഡ് ചെയ്ത് പ്ലേസ് ചെയ്യുക. സോ enter the total number of terms in the polynomial. T1ലേക്ക് നമ്പർ ഓഫ് ടേംസ് റീഡ് ചെയ്തു. അതിനുശേഷം enter the coefficient and exponent in descending order. ഈ ഫോർ ലൂപ്പ് വെച്ച് എത്ര ടേംസ് ഉണ്ടോ അത്രയും ടൈംസ് ഐട്രേറ്റ് ചെയ്ത് ഓരോ ടേമിലെയും കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും റീഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്പർ ഓഫ് ടേംസ് ആയ T1 റിട്ടേൺ ചെയ്യുക. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഫസ്റ്റ് പോളിനോമിയലും സെക്കൻഡ് പോളിനോമിയലും റീഡ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഡിസ്പ്ലേ പോളി ഫംഗ്ഷൻ. ഒരു പോളിനോമിയൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫംഗ്ഷനാണിത്. ദർ ആർ 2 പോളിനോമിയൽസ്. ഏത് പോളിനോമിയലാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ പോളിനോമിയലിൻ്റെ സ്ട്രക്ചർ അറേ P പാസ് ചെയ്ത് വരുന്നു. ആ പോളിനോമിയൽ എത്ര ടേംസ് ഉണ്ട് എന്നുള്ളതും പാസ് ചെയ്ത് വരുന്നു. പോളിനോമിയൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഓരോ ഐട്രേഷനിലും ഓരോ ടേം ഡിസ്പ്ലേ ചെയ്യുന്നു. %d x raised to %d. ഫസ്റ്റ് %d കോഎഫിഷ്യൻറ്റും സെക്കൻഡ് %d എക്സ്പോണൻറ്റുമാണ്. ഓരോ ടേം കഴിയുമ്പോഴും പ്ലസ് എന്ന് പറയുന്ന സ്ട്രിംഗ് അറ്റാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ലാസ്റ്റ് ടേം ഒഴികെയുള്ള എല്ലാ ടേംസും ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനുശേഷം ലാസ്റ്റ് ടേം ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലാസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. ആ പ്രിന്റിന് ശേഷം ഒരു പ്ലസ് അപ്പൻഡ് ചെയ്യുന്നില്ല. സോ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഒരു പോളിനോമിയൽ കംപ്ലീറ്റ്ലി ഡിസ്പ്ലേ ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ആഡ് പോളി ഫംഗ്ഷൻ. ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് പോളിനോമിയൽ പാസ് ചെയ്ത് വരുന്നു, സെക്കൻഡ് പോളിനോമിയൽ പാസ് ചെയ്ത് വരുന്നു. ഫസ്റ്റിലെ നമ്പർ ഓഫ് ടേംസ് T1, സെക്കൻഡിലെ നമ്പർ ഓഫ് ടേംസ് T2 ആൻഡ് ദ റിസൾട്ടന്റ് പോളിനോമിയൽ P3. P3 ഇനിഷ്യലി എംപ്റ്റി ആണ്. ദെൻ int I equal to 0, j equal to 0, k equal to 0. I ഫസ്റ്റ് പോളിനോമിയലിൻ്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്, j സെക്കൻഡ് പോളിനോമിയലിൻ്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്, k തേർഡ് പോളിനോമിയലിൻ്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്. വൈൽ ലൂപ്പിലെ കണ്ടീഷൻ നോക്കുന്നു I less than T1 and j less than T2. അങ്ങനെ ആണെങ്കിൽ there are 3 cases. ഫസ്റ്റ് കേസ് P1ലെ കറസ്പോണ്ടിങ് എക്സ്പോണൻറ്റും P2ലെ എക്സ്പോണൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം വരാം. അല്ലെങ്കിൽ P1ൻ്റെ എക്സ്പോണൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ P2ൻ്റെ എക്സ്പോണൻ്റ് ആകാം. അല്ലെങ്കിൽ P1ൻ്റെ എക്സ്പോണൻറ്റ് ഈസ് ലെസ് ദാൻ P2ൻ്റെ എക്സ്പോണൻ്റ് ആകാം. ഓരോ കേസും സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. സപ്പോസ് എക്സ്പോണൻറ്റ് സെയിം ആണെങ്കിൽ P1ൻ്റെ കോഎഫിഷ്യൻറ്റും P2ൻ്റെ കോഎഫിഷ്യൻറ്റും ആഡ് ചെയ്ത് P3യുടെ കോഎഫിഷ്യൻ്റ് ആക്കുക. P1ൻ്റെ എക്സ്പോണൻറ്റ് അതേപോലെ കോപ്പി ചെയ്ത് P3യുടെ എക്സ്പോണൻ്റ് ആക്കുക. ദെൻ ഇൻഡെക്സ് I, j, k ഇൻക്രിമെൻറ്റ് ചെയ്യുക. സെക്കൻഡ് കേസ് ആണെങ്കിൽ P1ൻ്റെ എക്സ്പോണൻ്റ് ആണ് ഗ്രേറ്റർ. സോ P1ൻ്റെ കോഎഫിഷ്യൻറ്റ് കോപ്പി ചെയ്ത് P3യിലേക്ക് വെക്കുക. P1ൻ്റെ എക്സ്പോണൻറ്റും കോപ്പി ചെയ്ത് P3യിലേക്ക് പ്ലേസ് ചെയ്യുക. ദെൻ P1ൻ്റെ ഇൻഡെക്സും P3യുടെ ഇൻഡെക്സും ഇൻക്രിമെൻറ്റ് ചെയ്യുക. തേർഡ് കേസ് P1ൻ്റെ എക്സ്പോണൻറ്റ് ഈസ് ലെസ് ദാൻ P2ൻ്റെ എക്സ്പോണൻറ്റ്. ഈ സിറ്റുവേഷനിൽ P2ൻ്റെ കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും P3യുടെ കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും ആക്കുക. അതിനുശേഷം P2ൻ്റെ ഇൻഡെക്സും P3യുടെ ഇൻഡെക്സും ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഏതെങ്കിലും ഒരു പോളിനോമിയലിൻ്റെ എങ്കിലും ടേംസ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പുറത്തു വരും. ഈ കേസിൽ ചിലപ്പോൾ ഫസ്റ്റ് പോളിനോമിയലിൽ ബാലൻസ് ടേംസ് ഉണ്ടാകും. അത് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫസ്റ്റ് വൈൽ ലൂപ്പ്. ചിലപ്പോൾ സെക്കൻഡ് പോളിനോമിയലിൽ ബാലൻസ് ടേംസ് ഉണ്ടാവും. അത് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് സെക്കൻഡ് വൈൽ ലൂപ്പ്. ഫസ്റ്റ് പോളിനോമിയലിൽ ബാലൻസ് ടേം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് I less than T1 എന്ന് പറയുന്ന കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ ആണെങ്കിൽ P1ലെ കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും
1/1 ആയിട്ട് എടുത്ത് P3യുടെ കോയിഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും ആക്കുക. P1ൻ്റെയും P3യുടെയും ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. P1ലെ കംപ്ലീറ്റ് ടേംസും പ്ലേസ് ചെയ്യുന്നിടം വരെ ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പുറത്ത് വരുന്നു. ദെൻ P2ൽ ബാലൻസ് ടേംസ് ഉണ്ടോ എന്ന് നോക്കുന്നു. അതിനുള്ള കണ്ടീഷൻ J<T2 ആണ്. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ P2ൽ ബാലൻസ് ടേംസ് ഉണ്ട്. P2ലെ കോയിഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും 1/1 ആയിട്ട് എടുത്ത് P3യുടെ കോയിഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും ആക്കുക. ദെൻ P2ൻ്റെയും P3യുടെയും ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. P2ലെ കംപ്ലീറ്റ് ടേംസും പ്ലേസ് ചെയ്യുന്നിടം വരെ ഈ വൈൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് വരുന്നു. അറ്റ് പ്രസൻറ്റ് കെയിൽ എന്താണോ വാല്യൂ അതായിരിക്കും റിസൾട്ടൻറ്റ് പോളിനോമിയലിലെ നമ്പർ ഓഫ് ടേംസ്. ആ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. Algorithm of polynomial addition using array. This is the algorithm of main function. പോളിനോമിയലിലെ ഓരോ ടേംസും കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുക. അതിൽ കോയിഫിഷ്യൻ എക്സ്പൊണൻറ്റ് 2 സ്ട്രക്ചർ വേരിയബിൾസും ഉള്ളതായിട്ട് മെൻഷൻ ചെയ്യുക. ദെൻ 3 സ്ട്രക്ചർ അറേ P1, P2, P3 ഡിക്ലെയർ ചെയ്യുന്നതായി മെൻഷൻ ചെയ്യുക. ദെൻ പോളിനോമിയൽ റീഡ് ചെയ്യുന്നതിന് വേണ്ടി റീഡ് പോളി ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഫസ്റ്റ് പോളിനോമിയൽ P1ലേക്ക് വന്നു, നമ്പർ ഓഫ് ടേംസ് T1ലും. ദെൻ ആ പോളിനോമിയൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക. സെക്കൻഡ് പോളിനോമിയൽ റീഡ് ചെയ്യുക. നമ്പർ ഓഫ് ടേംസ് T2ലുണ്ട്, പോളിനോമിയൽ P2ലുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. ദെൻ 2 പോളിനോമിയൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് പോളി ഫംഗ്ഷനെ കോൾ ചെയ്യുക. നമ്പർ ഓഫ് ടേംസ് ഓഫ് റിസൾട്ടൻറ്റ് പോളിനോമിയൽ T3ലുണ്ട്. ആ റിസൾട്ടൻറ്റ് പോളിനോമിയൽ ഡിസ്പ്ലേ ചെയ്യുക. ദെൻ റീഡ് പോളി ഫംഗ്ഷൻ്റെ അൽഗോരിതം റീഡ് പോളി ഓഫ് P സ്ട്രക്ചർ അറേ ആണ് പാസ് ചെയ്ത് ഇവിടെ വരിക. ദെൻ അതിൽ എത്ര ടേംസ് ഉണ്ടെന്നുള്ള കാര്യം Tയിലേക്ക് റീഡ് ചെയ്തെടുക്കുന്നു. 0 മുതൽ T-1 വരെ ഓരോ സ്ട്രക്ചർ അറേയുടെ ലൊക്കേഷനിലേക്കും കറസ്പോണ്ടിങ് ടേമിൻ്റെ കോയിഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്പർ ഓഫ് ടേംസ് റിട്ടേൺ ചെയ്യുക. നെക്സ്റ്റ് ഡിസ്പ്ലേ പോളി അൽഗോരിതം. 2 ആർഗ്യുമെൻറ്റ്സ്, ദ സ്ട്രക്ചർ അറേ P ആൻഡ് നമ്പർ ഓഫ് ടേംസ് T. ഈ ഇൻപുട്ടായിട്ട് വരുന്ന സ്ട്രക്ചർ അറേയിൽ ഉള്ള T ടേംസ് പോളിനോമിയൽ രീതിയിൽ പ്രിൻ്റ് ചെയ്തെടുക്കുക. T ടേംസ് ഉണ്ട്. സോ 0th ഇൻഡെക്സ് മുതൽ T-1 വരെയുള്ള ഇൻഡെക്സിലായിരിക്കും ആ ടേംസ് ഇരിക്കുക. ഓരോ ഐറ്ററേഷനിലും ഓരോ പെർട്ടിക്കുലർ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും കോയിഫിഷ്യൻറ്റ് ഇൻറ്റു എക്സ് റേസ് ടു എക്സ്പൊണൻറ്റ് എന്നുള്ള രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. നെക്സ്റ്റ് ഈസ് അൽഗോരിതം ഓഫ് ആഡ് പോളി ഫംഗ്ഷൻ. 5 arguments, first polynomial, second polynomial, number of terms of first polynomial, number of terms of second polynomial and the resultant polynomial. Initially ഓരോന്നിൻ്റെയും ഇൻഡെക്സ് I, J, K ആണ്. ഇനിഷ്യലി ഈക്വൽ ടു 0. P1ലും P2ലും പ്രോസസ്സ് ചെയ്യാത്ത ടേംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ കണ്ടീഷൻ. അങ്ങനെ ടേംസ് രണ്ടിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ P1ൻ്റെ എക്സ്പൊണൻറ്റും P2ൻ്റെ എക്സ്പൊണൻറ്റും കമ്പയർ ചെയ്യുന്നു. രണ്ടും ഈക്വൽ ആകാം, P1ൻ്റെ എക്സ്പൊണൻറ്റ് ഗ്രേറ്റർ ആവാം, P1ൻ്റെ എക്സ്പൊണൻറ്റ് ലെസ് ആകാം. 3 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് 2 എക്സ്പൊണൻറ്റും സെയിം ആയി കഴിഞ്ഞാൽ P1ൻ്റെയും P2ൻ്റെയും കോയിഫിഷ്യൻറ്റ് ആഡ് ചെയ്ത് അത് P3യിലേക്ക് പ്ലേസ് ചെയ്യുന്നു. P1ൻ്റെ എക്സ്പൊണൻറ്റ് അതേപടി P3യിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ 3ൻ്റെയും ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. P1ൻ്റെ എക്സ്പൊണൻ്റ് ആണ് ഗ്രേറ്റർ എന്നുണ്ടെങ്കിൽ P1ലെ കോയിഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും P3യിലേക്ക് പ്ലേസ് ചെയ്യുന്നു. P1ൻ്റെയും P3യുടെയും ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ദെൻ P2ൻ്റെ ഇൻഡെക്സ് ആണ് ഗ്രേറ്റർ എന്നുണ്ടെങ്കിൽ P2ൻ്റെ കോയിഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും P3യിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം P2ൻ്റെയും P3യുടെയും ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്ന കേസിൽ ചിലപ്പോൾ ഫസ്റ്റ് പോളിനോമിയലിൽ ബാലൻസ് ടേംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ സെക്കൻഡ് പോളിനോമിയലിൽ ബാലൻസ് ടേംസ് ഉണ്ടാകാം. രണ്ടിലും ബാലൻസ് ടേം ഉണ്ടാകണമെന്ന് കമ്പൽസറി ഇല്ല. വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യുന്നു ഫസ്റ്റ് പോളിനോമിയലിൽ ബാലൻസ് ടേംസ് ഉണ്ടോ. ഉണ്ടെങ്കിൽ P1ലെ ഓരോ ടേംസും എടുത്ത് P3യിലേക്ക് പ്ലേസ് ചെയ്യുന്നു. P1ൻ്റെയും P3യുടെയും ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം വൈലിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് വരുന്ന കേസിൽ സെക്കൻഡ് പോളിനോമിയലിൽ ബാലൻസ് ടേംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ P2ലെ ഓരോ ടേംസും P3യിലേക്ക് പ്ലേസ് ചെയ്യുന്നു. P2ൻ്റെയും P3യുടെയും ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്ന കേസിൽ Kയിൽ എത്ര
ടേംസ് ആണ് P3 ഉള്ളത് എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്, ആ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു.